ഞാൻ ഡോക്ടർ ശില്പ ജിതേന്ദ്രൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡയപ്പർ റാഷ് അഥവാ നാപ്കിൻ റാഷിനെ പറ്റിയാണ്. കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷനാണ് ഈ ഡയപ്പർ റാഷ് എന്ന് പറയുന്നത്. അപ്പം അമ്മമാർ പൊതുവെ ഒ പിയിൽ വരുമ്പോൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടറെ ഞങ്ങൾ വീട്ടിൽ കുഞ്ഞിന് ഡയപ്പർ യൂസ് ചെയ്യാറില്ല, അല്ലെങ്കിൽ രാത്രി മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, എന്നിട്ടും കുഞ്ഞിന് ഈ ഡയപ്പർ റാഷ് വരുന്നു. അപ്പം അത് എന്തുകൊണ്ടായിരിക്കും? കുഞ്ഞിന്റെ മലവും മൂത്രവും കുഞ്ഞിന്റെ സ്കിന്നുമായിട്ട് കൂടുതൽ നേരം കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് ചില കെമിക്കൽസ് റിലീസ് ചെയ്യുകയും സ്കിന്നിന് ഡാമേജ് വരികയും ചെയ്യുന്നു. ഇതിപ്പം സാധാരണ ഡയപ്പർ ആണെങ്കിലും ക്ലോത്ത് ഡയപ്പർ ആണെങ്കിലും ഈക്വലി ആയിട്ട് തന്നെയാണ് കാണുന്നത്. കൂടാതെ നനവുള്ള പ്രതലത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഡ്രൈ സ്കിൻ അഥവാ എക്സിമ തുടങ്ങിയ കണ്ടീഷൻസ് എല്ലാ കുട്ടികളിലും ഇതുപോലെയുള്ള ഡയപ്പർ റാഷ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുക? ആദ്യമായിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഡയപ്പർ മാറ്റുക എന്നുള്ളതാണ്. ഒരു 4 മുതൽ 6 മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ഡയപ്പർ മാറ്റി കൊടുക്കേണ്ടതാണ്. ചെറിയ കുട്ടികളാകുമ്പോൾ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ ഡയപ്പർ മാറ്റേണ്ടി വരും. കൂടാതെ ഒരു ഡയപ്പർ ഫ്രീ പീരീഡ് കൊടുക്കുക. ഒരു 1-2 മണിക്കൂർ ഡയപ്പറുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ നിർബന്ധമായിട്ടും കുട്ടിക്ക് കൊടുക്കേണ്ടതാണ്. കൂടാതെ ഒരു ഡയപ്പർ റാഷ് ക്രീം റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. ഏത് തരം ഡയപ്പർ യൂസ് ചെയ്യുകയാണെങ്കിലും അത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുഞ്ഞിന്റെ മടക്കുകളിൽ ഈ ഡയപ്പർ റാഷ് ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതിന്റെ ഇടയിൽ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു സോപ്പ് ഫ്രീ ക്ലെൻസർ യൂസ് ചെയ്യാവുന്നതാണ്. കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലിട്ട് നമുക്ക് അതായിട്ട് ഡിസ്കസ് ചെയ്യാം.